ഈ വർഷത്തെ ആദ്യ ത്രില്ലർ ഒരുക്കി ഡൽഹി ക്യാപിറ്റൽസ്. കളിയുടെ ഭൂരിഭാഗം സമയവും പിന്നിൽ. അവസാനം 2 ഇന്ത്യൻ യുവതാരങ്ങളുടെ ചിറകിൽ അവിശ്വസനീയ ജയം. അശുതോഷ് ശർമ്മയ്ക്കും വിപ്രാജ് നിഗത്തിനും കൈയടിക്കാം. തോൽവിയുടെ വക്കിൽ നിന്ന് പലതവണ ഇവർ ഡൽഹിയെ കരകയറ്റുകയായിരുന്നു. ബൗളിംഗ് തിരഞ്ഞെടുത്ത ഡൽഹിയെ മിച്ച് മാഷും നിക്ലാസ് പുരനും ചേർന്ന് അടിച്ചു തകർത്തു. 13 ഓവറിൽ തന്നെ സ്കോർ 150 കടന്നു. 36 പന്തിൽ 72 റൺസാണ് മാഷ് നേടിയത്. 30 പന്തിൽ 75 റൺസോടെ പൂരനായിരുന്നു മോർ ഡേഞ്ചറസ്. 240 മുകളിലേക്കായിരുന്നു LSGയുടെ ലക്ഷ്യം. എന്നാൽ പൂരന്റെ വിക്കറ്റ് നേടി സ്റ്റാർക്കാണ് ഡാമേജ് കുറച്ചത്. 6 പന്തിൽ 1 റൺ പോലും നേടാനാകാതെ നാണക്കേടായി ഋഷഭ് പന്തിന്റെ LSG ഡെബ്യൂ. ആയുഷ് ബഡോണിയും പരാജയമായപ്പോൾ ആഗ്രഹിച്ച ഫിനിഷിംഗ് അവർക്ക് കിട്ടിയില്ല. എങ്കിലും ഡേവിഡ് മില്ലർ സ്കോർ 200 കടത്തിയിരുന്നു. ചേസിൽ 7 ഓവറിൽ തന്നെ 5 വിക്കറ്റുകളോടെ ലക്നൗ വീണ്ടും ഡോമിനേറ്റ് ചെയ്തു. ഷർദുൽ താക്കൂറിന്റെ ഡ്രീം കംബാക്ക്. ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ. സമീർ റിസ്വിയും ക്യാപ്റ്റൻ അക്ഷർ പട്ടേലും പവർ പ്ലേക്കുള്ളിൽ മടങ്ങി. 6 ഓവറിൽ സ്കോർ 58-4. തന്റെ ആദ്യ ഓവറിൽ ഫാഫ് ഡുപ്ലിസിസിനെ പുറത്താക്കി രവി ബിഷ്ണോയ് കളി ഒന്നുകൂടി ടൈറ്റാക്കി. സ്റ്റബ്സിനെ കിട്ടിയാൽ ജയമുറപ്പിക്കാം എന്ന് കണക്കുകൂട്ടിയ പന്തിന് 13-ാം ഓവറിൽ അതും കിട്ടി. എന്നാൽ പിന്നീടാണ് യഥാർത്ഥ പോരാട്ടം അവർ കണ്ടത്. വിപ്രാജ് നിഗവും അശുതോഷ് ശർമ്മയും ചേർന്ന് 22 പന്തിൽ 55 റൺസ് അടിച്ചുകൂട്ടി. ഡൽഹിയുടെ തിരിച്ചുവരവ് അവിടെ തുടങ്ങുകയായിരുന്നു. വിപ്രാജിന്റെ ക്ലീൻ സ്ട്രൈക്കിംഗ്, ഒപ്പം പ്ലേസ്മെന്റും. ഒരറ്റത്ത് നിന്ന് പതിയെ അശുതോഷ്. വിപ്രാജിന് ശേഷം അശുതോഷിന്റെ അതിനേക്കാൾ എക്സ്പ്ലോസീവായ ബാറ്റിംഗ്. ഒരു ചാൻസ് പോലും നൽകാതെ LSG ഫീൽഡേഴ്സിനെ കാഴ്ചക്കാരാക്കി നിർത്തി. അവസാന ഓവറിൽ കിട്ടിയ 2 ചാൻസുകൾ ലക്നൗ പാഴാക്കുകയും ചെയ്തു. ഒടുവിൽ ഷഹബാസിനെ 6 പറത്തി അശുതോഷിന്റെ ഗ്രാൻഡ് ഫിനിഷിംഗ്. 31 പന്തിൽ 5 സിക്സും 5 ഫോറുമായി 66 റൺസ്. 15 പന്തിൽ 39 റൺസാണ് വിപ്രാജ് നേടിയത്. 2 പോയിന്റ് നേടി ടേബിളിൽ DCയും അക്കൗണ്ട് തുറന്നു. നെറ്റ് റൺ റേറ്റ് മികവിൽ SRH 1-ാമതും RCB 2-ാമതും.